ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? ഈ ഒരു പുട്ടുണ്ടല്ലോ, അത് നിങ്ങൾ ഉണ്ടാക്കണ്ട കേട്ടോ. ഉണ്ടാക്കി പിന്നെ ഇതന്നെ ഉണ്ടാക്കുള്ളൂ. ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു പുട്ടുണ്ടാക്കിക്കോളൂ കേട്ടോ. ഉണ്ടാക്കാൻ എളുപ്പമാണ്. അതുപോലെ അവരുടെ മുന്നിലൊക്കെ നമുക്ക് നല്ല സ്റ്റാറായിട്ട് നിൽക്കുകയും ചെയ്യാം. ഇതാണ് ബിരിയാണി പുട്ട്. ബിരിയാണി ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ തന്നെ ബിരിയാണിയുടെ അതേ ടേസ്റ്റിൽ നമുക്കൊരു പുട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പോകില്ലേ. അപ്പോൾ അതിനായിട്ട് വേണ്ടത് കുറച്ച് ചിക്കൻ വേണം, പിന്നെ സബോള വേണം. അപ്പോൾ 2 സബോളയാണ് കേട്ടോ എടുത്തേക്കുന്നത്, ചെറുതാണ്. പിന്നെ തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ പുട്ടിലേക്ക് നാളികേരം, കുറച്ച് മുന്തിരി. ഇനി വേണ്ടത് പുട്ടുപൊടിയാണ്. അപ്പോൾ ഞാൻ അജ്മിയുടെ പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തത്. ഇവിടെ ഇതാണ് മേടിക്കാറുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് പുട്ടുണ്ടാക്കി നല്ല സോഫ്റ്റ് ആണല്ലോ. അപ്പോൾ ഞാനിതാ പുട്ടുപൊടി 1.5 കപ്പ് പുട്ടുപൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബിരിയാണി പുട്ടാണ്, അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കി വെക്കാം. 4 മണിക്ക് ചായക്കും കൂടി ആയില്ലോ. 4 മണിക്ക് ഇരിക്കുമ്പോഴും ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് 1.5 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. മസാല ഉണ്ടാക്കണേക്കാട്ടി മുന്നേ നമുക്ക് പുട്ടിന് പൊടി നനച്ച് വെക്കാം. അപ്പോൾ ഞാൻ നാളികേരപ്പാലിലാണ് കേട്ടോ അത് നനച്ച് വെക്കണത്. അപ്പോൾ 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം, അങ്ങനെയാണല്ലോ. അപ്പോൾ അത് 1.5 കപ്പാണ് പൊടി എടുത്തേക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് നാളികേരപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് അടി തട്ടിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പുട്ടുപൊടി അടിയിൽ നനയില്ല. അപ്പോൾ അത് നന്നായി നനച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ നമുക്ക് മസാല ഒക്കെ ആക്കി വരുമ്പോഴത്തേനും പുട്ടുപൊടി നനഞ്ഞ് വരുമല്ലോ. ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡാൽഡയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യ് ഇട്ട് കൊടുത്തോളൂ. എനിക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് അത്ര വലിയ ഇഷ്ടമല്ല, അത് കാരണമാണ് ഞാൻ കുറച്ച് ഡാൽഡ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആദ്യമായിട്ട് സബോള ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബിരിയാണിയിൽ എന്തായാലും ഈ ഉള്ളി പൊരിച്ചതും കൂടി ഇട്ടാലാണല്ലോ ആ ഒരു ബിരിയാണിയുടെ ആ കഴിച്ചതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് കാരണമാണ് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ സമയമൊന്നും ഇല്ലെങ്കിൽ ഇത് വറുത്തെടുക്കണം എന്നൊരു നിർബന്ധമില്ല. പക്ഷെ നമുക്ക് ആ ബിരിയാണിക്ക് ഒരു ഭംഗി കിട്ടാനും പിന്നെ കഴിക്കുമ്പോൾ മുന്തിരിയും ഇതൊക്കെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് എന്തായാലും വറുത്തെടുക്കുമല്ലോ. അപ്പോൾ അത് ഉള്ളി കോരിയെടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ മുന്തിരി മാത്രം ഇട്ട് കൊടുത്തത്. അതും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തോളൂ. ഇനിയിപ്പോൾ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ കുറച്ച് ഡാൽഡയും കുറച്ച് നെയ്യാണ് എടുത്തേക്കുന്നത്. നെയ്യ് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് മാത്രം എടുക്കാം. ഇനി ഡാൽഡ വേണ്ടെങ്കിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്താൽ മതി. നെയ്യും ഓയിലും കൂടിയിട്ടാണെങ്കിലും ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ സബോള ഇട്ട് കൊടുക്കുക. അപ്പോൾ സബോള ഞാൻ ചെറുതാക്കിയിട്ടാണ് മുറിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ സബോളയിലേക്ക് വേഗം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കത് നന്നായി വാടി വരും. അപ്പോൾ ഞാനത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള മസാലകളൊക്കെ ബിരിയാണിയുടെ പോലെയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പോകേണ്ട, കുറച്ചവിടെ നിൽക്ക്. ലാസ്റ്റ് വരെ കണ്ടാലാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്, അപ്പോൾ അത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് സബോളൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തക്കാളി മുറിച്ചിട്ട് കൊടുത്തു. ഞാൻ 2 തക്കാളിയാണ് കേട്ടോ എടുത്തേക്കുന്നത്, ചെറിയ തക്കാളിയാണ്. പിന്നെ എൻ്റെ കയ്യിൽ തൈരില്ല. തൈര് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പുളിക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തൈരില്ലാത്തതുകൊണ്ട് ഞാൻ തക്കാളി തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഒന്നും കൂടി അടച്ച് വെക്കുക. ആ തക്കാളിക്ക് ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ തക്കാളി ആയിട്ടുണ്ടാവട്ടെ, നമുക്ക് തുറന്ന് നോക്കി നോക്കാം. കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ വേഗം തക്കാളിയൊക്കെ ആയി വരും. അപ്പോൾ അത് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കുകയാണെങ്കിൽ തക്കാളി ഉടഞ്ഞു വരും. പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തന്നെ ബിരിയാണിയുടെ ഒരു മണം വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഗരം മസാലപ്പൊടി നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. ഞാനത് പുറത്തുനിന്ന് മേടിക്കാറില്ല, നമ്മുടെ വീട്ടിൽ തന്നെയാണ് പൊടിച്ചെടുക്കാറുള്ളത്. എനിക്ക് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ അതിൽ കുറച്ച് പട്ടട കുത്ത് ഇങ്ങനെ കൂടുതലായിട്ട് വരുന്ന പോലെയാണ് തോന്നാറുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മസാല ഒന്ന് വേവാനുള്ള വെള്ളം. അപ്പോൾ അത് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഉപ്പൊക്കെ പാകത്തിനായിരുന്നു. മസാല ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കാം. ഇത് പുട്ടിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് മസാല ചിക്കൻ ഇടണേക്കാട്ടി മുന്നേ മാറ്റി വയ്ക്കണം. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി നമുക്ക് ഇളക്കിയതിൻ്റെ ശേഷം ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇനി അധികം വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ. ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം മുന്നേ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഞാനിതിൽ മല്ലിപ്പൊടി മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കണില്ല. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കുറേ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ ആ ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോവും. അത് കാരണമാണ് ഞങ്ങൾ ഈ ഭാഗത്തൊന്നും ഇട്ട് കൊടുക്കാറില്ല. ഇനി ഓരോ ഭാഗത്തേക്ക് ഓരോ ഇതാണല്ലോ. അപ്പോൾ നിങ്ങൾ ഇട്ട് കൊടുക്കണവരാണെങ്കിൽ നിങ്ങൾ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കേണ്ടത് വിചാരിച്ചിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കണമെന്നില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിക്ക് തന്നെ ഉണ്ടാക്കി നോക്കോളൂ. പക്ഷേ ഇതുപോലെ ഉണ്ടാക്കിയാൽ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ നന്നായി ആയി വന്നിട്ടുണ്ട്. കണ്ടില്ല, ഇതുപോലെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് വെള്ളമൊന്നും വേണ്ട കേട്ടോ, നന്നായി വറ്റിച്ചിട്ട് തന്നെ എടുക്കണം.
ഇനി അതൊന്ന് ഇരുന്ന് ചൂടാറട്ടെ. അപ്പോഴത്തേക്കും പുട്ടുപൊടി നമ്മൾ നനക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് നനച്ച് കൊടുക്കുക. നനയ്ക്കല്ലേ, നനച്ച് വെച്ചതൊന്ന് ശരിയാക്കി എടുക്കുക. അപ്പോൾ അതിലേക്ക് ഇതാ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നമ്മൾ ആ പൊരിച്ച വെച്ച ഉള്ളി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് ശരിക്കും അങ്ങോട്ട് ഇളക്കിയെടുക്കാൻ പറ്റാത്തതിന് വേറൊരു പാത്രത്തിലെടുത്തിട്ട് ഒക്കെ ശരിയാക്കിയതിൻ്റെ ശേഷമാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇതാ പുട്ടുപൊടി മാറ്റി വെച്ചു. ഇതാ നമ്മുടെ മസാല. ഇനി നമ്മുടെ മുന്തിരി ഉള്ളി പൊരിച്ചത്, അപ്പോൾ അതങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, നാളികേരം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇനി ഇതാ പുട്ടുംകുറ്റി എടുക്കുക. പുട്ടുംകുറ്റിയിലേക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ കുറച്ച് മസാല ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മീതെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുട്ടുംകുറ്റിയിൽ ഉണ്ടാക്കുക, അതുപോലെ ചിരട്ടപ്പുട്ടിൽ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ചിരട്ടപ്പുട്ടിൽ ഉണ്ടാക്കാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുള്ളൂ. നമുക്ക് വേഗം ആവി വരും. ഇതിൽ ആവി വരാൻ കുറച്ച് താമസമാണ്. അതിൻ്റെ മീതൊക്കെ കുറച്ച് ഉള്ളി പൊരിച്ചത് ഇട്ട് കൊടുത്തു, മല്ലിയില ഇട്ട് കൊടുത്തു. ഇതാ വീണ്ടും നാളികേരം ഇട്ട് കൊടുക്കുക, മസാല ഇട്ട് കൊടുക്കുക, ഇതാ പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു പുട്ടുപൊടിയിലേക്ക് നമ്മൾ ഈ ഒരു മസാല ഇട്ട് കൊടുക്കണം. കാരണം ആ മസാലയും കൂടി ആ പുട്ടുപൊടിയിൽ ഉണ്ടാവും കേട്ടോ. അല്ലാതെ വെറുതെ പുട്ടുപൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കരുത്. ഇതുപോലെ മസാല തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇനിയിപ്പോൾ അതിൻ്റെ മീതെ കുറച്ച് ചിക്കൻ്റെ മസാല വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിയില വെച്ച് കൊടുത്തു. ഇനി ഇതാ കുറച്ച് നെയ്യ് കേട്ടോ. എന്തായാലും ബിരിയാണിയിൽ നെയ്യ് വേണമല്ലോ. അപ്പോൾ അതിൻ്റെ മീതെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മീതെ കുറച്ച് നാളികേരം കൂടി വെച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ആവി കയറ്റാം. പക്ഷെ ഇതിലിങ്ങനെ പെട്ടെന്ന് എനിക്ക് ആവി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ സമയം കഴിഞ്ഞിട്ടാണ് ആവി വന്നത്. ഞാൻ കുക്കർ അടക്കം മാറ്റി നോക്കി. അപ്പോൾ ഇതിലാവുമ്പോൾ നമുക്കൊരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ കാര്യം നടക്കും. അപ്പോൾ അത് ചിരട്ടപ്പൊട്ടിൽ കുറച്ച് നാളികേരം വെച്ച് കൊടുത്തു. പിന്നെ അതാ മസാല ഇട്ട് കൊടുത്തു, ഉള്ളി പൊരിച്ചത് ഇട്ട് കൊടുത്തു, അതിൻ്റെ മീതെ മല്ലിയില ഇട്ട് കൊടുത്തു. ഇനി ഇതാ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ നടുവിലും കൂടി മസാല വെച്ച് കൊടുക്കുക. ഞാൻ അങ്ങനെ വെച്ച് കൊടുക്കില്ല. ചിരട്ടപ്പൊട്ടാണല്ലോ, ചെറുതാണല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ മസാല ആക്കിയിട്ട് വേണ്ട, അത്യാവശ്യത്തിന് മതി. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ മസാല വെച്ച് കൊടുക്കണില്ല. ഇനി മേലെ ഇതുപോലെ തന്നെ ആ ഒരു മസാല വെച്ച് കൊടുത്തു. പിന്നെ ഉള്ളി പൊരിച്ചതും എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്തു. ഇനി കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് നെയ്യ് മതി. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ഒഴിച്ചോളൂ. അപ്പോൾ ഞാനിവിടെ കുറച്ച് നെയ്യാണ് വെച്ച് കൊടുത്തേക്കുന്നത്. ഇനി ഇതാ നന്നായിട്ടൊന്ന് ആവി കയറ്റിയിട്ട് എടുക്കുക. ഇതൊരു 5 മിനിറ്റിൻ്റെ ഉള്ളിലാവും കേട്ടോ. മറ്റേത് അങ്ങോട്ട് എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് ദമ്മായ പോലെ തോന്നുന്നുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് ആവി വന്നിട്ടുണ്ടായിരുന്നില്ല. കുറേ കഴിഞ്ഞിട്ടാണ് എനിക്ക് ആവി വന്നത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ചട്ടപ്പൊട്ട് എടുത്തോളൂ. അപ്പോൾ അതാ നമ്മുടെ പൊട്ടിനൊക്കെ നല്ല ആവി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നല്ലൊരു മണമാണ് കേട്ടോ. ശരിക്കും ബിരിയാണിയുടെ ഒരു മണും ആ ടേസ്റ്റും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക. ഉണ്ടാക്കാൻ എളുപ്പമല്ലേ, മസാല ഉണ്ടാക്കേണ്ട ഒരു പണിയല്ലല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ കുറ്റിപ്പുട്ടിൻ്റെ കോലം. കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാം കൂടി ദമ്മായിട്ടാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ചട്ടപ്പുട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ ഉണ്ടാക്കിയെടുത്തോളൂ. പെട്ടെന്ന് കാര്യം നടക്കുമല്ലോ. നമുക്ക് കുറേ സമയം നിൽക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ. രാവിലെ അല്ലേ, തിരക്കാവില്ലേ, എല്ലാവരും പോകുമ്പോൾ കഴിക്കാൻ കൊടുക്കണം, പിന്നെ നമുക്കും കഴിക്കണം. അപ്പോൾ ചട്ടപ്പുട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പുട്ടൊക്കെ ഇവിടെ നന്നായി ആവിയൊക്കെ കയറി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 2 പപ്പടം എടുക്കണുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് കച്ചമ്പറൊക്കെ കൂട്ടിയിട്ട് വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും എടുക്കണില്ല. ഒരു മുട്ട പുഴുങ്ങിയതും ഇതാ നമ്മുടെ ചിക്കൻ ബിരിയാണി പുട്ടും. അപ്പോൾ ഇത് കൂട്ടി കഴിക്കുക, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് പറയണേ. ഇവിടെ എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉമ്മക്കൊക്കെ ഇഷ്ടമാവുക എന്ന് പറഞ്ഞാൽ അത്രത്തോളമാണ്. ഉമ്മ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ ആ സാധനം വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളൂ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.